അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം കോവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് നല്ല പിഞ്ച് കോവയ്ക്ക നോക്കി വാങ്ങുക. എന്നിട്ട് ഈ കോവയ്ക്ക എടുത്തതിന് ശേഷം ഇതിന്റെ ഈ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കോവയ്ക്കയുടെയും രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓരോ കോവയ്ക്കയും ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യേണ്ട, ഞാൻ കാണിച്ചതുപോലെ 1/4 ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കോവയ്ക്ക ഒന്ന് പകുതി ഭാഗം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇഡലിച്ചപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലി തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ കുഴികളിലും വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് പകുതി വേവായാൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് പരിപാടി എളുപ്പത്തിന് കഴിയും. ഒരുപാട് എണ്ണയുടെ ആവശ്യവും ഇല്ല. കോവയ്ക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും നമ്മൾ നേരിട്ട് കോവയ്ക്ക ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ കോവയ്ക്ക വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെന്തൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ നല്ല ചൂടല്ലേ, ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കോവയ്ക്കയുടെ ചൂട് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ കോവയ്ക്കയുടെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഈ കോവയ്ക്കയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചതാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പിന്റെ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിൽ ചേർക്കുന്നേ ഇല്ല. ഇതിലേക്ക് ജസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. എന്നിട്ട് ഒന്ന് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ മസാലയൊക്കെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഈ കോവയ്ക്കയിലൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ എല്ലാ കോവയ്ക്കയിലും മസാല തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ മസാല ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു സമയം കൊണ്ട് ഇപ്പം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കാം. എടുത്തിട്ടുള്ളത് പച്ച നിലക്കടലയാണ്. ഇതിന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നിലക്കടല ഒന്ന് നല്ലതുപോലെ ചൂടായി ഒരു 2 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 കശ്മീരി വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സാധാരണ എരിവുള്ള മുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നിലക്കടലയും വറ്റൽമുളകും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിലക്കടലയുടെ ചൂട് മാറിയതിനു ശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇത് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ ജാറിൽ തന്നെ ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ എത്രയാണോ ചെറിയ ഉള്ളി എടുത്ത് അതിൻ്റെ പകുതി 5 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
കടുകെല്ലാം പൊട്ടി വറ്റൽമുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ പൊടിപൊടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നല്ലൊരു ഗോൾഡൻ നിറാവണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ വഴന്ന ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് ഒരു 40 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടികൾ ചേർത്താൽ മതി. നമ്മൾ നേരത്തെ കോവയ്ക്കയിൽ പൊടികൾ ചേർത്തിട്ടാണ് മസാല പുരട്ടി വെച്ചത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് നല്ല എരിവ് വേണം, അങ്ങനെയുള്ളവർക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. വലിയ ജീരകം നമ്മൾ നേരത്തെ കോവയ്ക്കയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച കോവയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോവയ്ക്ക പകുതി വേവലേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം തളിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കോവയ്ക്ക വെന്ത് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യാതെയാണ് ഇതുപോലെ കോവയ്ക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് കോവയ്ക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവിയേറ്റി വേവിച്ചെടുത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കോവയ്ക്ക വേവിച്ചെടുക്കാൻ പറ്റിയത്. അതുപോലെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും കോവയ്ക്ക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ പൊടിച്ച് വെച്ച നിലക്കടലയും വറ്റൽമുളകും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കിയിട്ട് നമ്മൾ കോവയ്ക്ക് ആവിയേറ്റി എടുത്തതിന് ശേഷം നമ്മൾ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുപാട് സമയം വേസ്റ്റായി പോവില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കോവയ്ക്ക ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കണ്ടിട്ട് നല്ലതുപോലെ വെന്ത് ഇതാ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.